നമ്മുടെ അലക്സ് അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ നായിക്കാമ്പറമ്പിൽ അച്ഛന് ഇങ്ങനെ വലിയ ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ആദരിക്കുന്നു എന്നുള്ള ചടങ്ങിൽ വരുവാനായിട്ട് എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇവിടെ വന്നപ്പോൾ ജോയി അച്ഛനൊക്കെ 2 വാക്ക് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ സന്തോഷമാണ്. 3 ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നല്ലൊരു കത്തോലിക്കനായിട്ട് മാമോദിസ സ്വീകരിച്ച ഉറച്ച വിശ്വാസം ഈ ഭൂമുഖത്ത് മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ, പ്രതിഫലിപ്പിക്കുവാനായിട്ട് ശക്തനായിട്ട് മുന്നോട്ട് നീങ്ങിയ നായിക്കാമ്പറമ്പിൽ അച്ഛൻ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ദൗത്യമാണ്. അത് മാമോദിസ മുങ്ങിയ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. അത് പ്രവാചക ദൗത്യം, പൗരോഹിത്യ ദൗത്യം, രാജകീയ ദൗത്യം. മാമോദിസ വേളയിൽ നമ്മുടെ നെറ്റിയിൽ തൈലം പൂശിക്കൊണ്ട് പറയുന്നതാണ്, ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ അംഗമായി ജീവിക്കുവാൻ പ്രതിഷ്ഠാ തൈലം കൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട. അപ്പോൾ പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. അപ്പോൾ പൗരോഹിത്യ ധർമ്മം അത് എല്ലാവരെയും വിശുദ്ധീകരിക്കുക എന്ന ധർമ്മമാണ്. അത് അക്ഷീണം നിറവേറ്റിക്കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ നായിക്കാമ്പറമ്പിൽ അച്ഛൻ. പിന്നെ വാചക ശബ്ദമായിട്ട് എനിക്ക് തോന്നുന്നത് കലാകൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ വരെ മുൻനിരയിൽ അച്ഛൻ്റെ പേര് വന്നിട്ടുണ്ട്. പ്രവാചകനാണോ എന്നൊക്കെ ചോദിച്ചു ചിലർ ക്രിട്ടിക്കലായിട്ട് വരെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പ്രവാചക ശബ്ദം അത് വിശുദ്ധ സ്നാപയോഹന്നാനെ പോലെ ധൈര്യമായിട്ട് പ്രഘോഷിക്കുവാനുള്ള, ചങ്കൂറ്റമുള്ള, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട് ശക്തിയുള്ള ഒരു പ്രവാചക ശബ്ദം തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ നായിക്കാമ്പറമ്പിൽ അച്ഛൻ. അഭിമാനത്തോടു കൂടി പറയുകയാണ്, രാജകീയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ അത് തൻ്റെ പ്രേരണ കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും അവരെയൊക്കെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ നായിക്കാമ്പറമ്പിൽ അച്ഛന് എന്നും മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും, നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും, മാമോദീസയുടെ ദൗത്യം ഏറ്റെടുത്ത ഒരു നല്ല കത്തോലിക്കനാണ് നമ്മുടെ പ്രിയങ്കരനായ മാത്യു നായിക്കാമ്പറമ്പിൽ അച്ഛൻ. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനെ പോലെ കർത്താവിൻ്റെ ചങ്കിടിപ്പും കർത്താവിൻ്റെ ചങ്കും യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ മാത്യു അച്ഛൻ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെ ക്ഷണിക്കുന്ന രംഗം വളരെ മനോഹരമായിട്ട് ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. അവിടെ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശു ശിമയോൻ പത്രോസിന്റെ വഞ്ചിയിൽ കയറി. ഞാനിവിടെ എൻ്റെ മനസ്സിലേക്ക് വന്ന ധ്യാനപ്രകാരമായിരുന്നു, മാത്യു അച്ഛൻ്റെ വഞ്ചിയിലേക്ക് ഈശോ അങ്ങോട്ട് കയറി. ഈശോ കയറിയിട്ട് പിന്നെ പറഞ്ഞു, അല്പം അകലേക്ക് വഞ്ചി നീക്കുവാൻ പറഞ്ഞു. അല്പം അകലേക്ക്, ആദ്യം അല്പം അകലേക്ക് നീക്കുവാൻ പറഞ്ഞു. അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. പത്രോസും മറ്റു ശിഷ്യന്മാരും ജോലിയൊക്കെ കഴിഞ്ഞ് വലയൊക്കെ അടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്താണ്. വിൻസെൻഷ്യൻ സഭയിലെ മറ്റു പനക്കലച്ഛനും വല്ലൂരാനച്ഛനും മറ്റുള്ളവരൊക്കെ ആയിരിക്കാം ചില കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെയായാലും അതിനുശേഷം ഈ വഞ്ചി ഒരു സ്റ്റേജായിട്ട് ഉപയോഗിച്ച ഈശോ അതിനുശേഷം പറഞ്ഞു, ആഴങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കാനായിട്ട് വല ഇറക്കുക. ആഴങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കാനായിട്ട് വല ഇറക്കുക. ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. ഇതാണ് ആ ശിഷ്യന്റെ ധീരമായ വാക്ക്. ഇത് തന്നെയാണ് നമ്മുടെ മാത്യു അച്ഛൻ്റെ, നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ ധീരമായ ശക്തമായ കാൽവയ്പ്. അതിനുശേഷം നടന്നത് അത്ഭുതങ്ങളാണ്. വളരെയേറെ മത്സ്യങ്ങൾ, വല കീറിപ്പോകുമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള അത്ഭുതകരമായ മത്സ്യബന്ധനം. വള്ളത്തിലുള്ള കൂട്ടുകാരെ, മറ്റു വള്ളത്തിലുള്ള കൂട്ടുകാരെ വിളിച്ചു.
അങ്ങനെ 2 വള്ളങ്ങളും വക്കോളം നിറയുവോളം മുങ്ങുവോളം അവർ നിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്ത് ഡിവൈൻ ദൈവികമായ അഭിഷേകം നടക്കുന്നുണ്ടെങ്കിൽ ഇത് കർത്താവിൻ്റെ ആ വിളി കേട്ടിട്ട് കർത്താവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ചങ്കൂറ്റത്തോടുകൂടി ആ ധീരമായ കാൽവയ്പ് നടത്തിയത് കൊണ്ടാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിനുശേഷം ജീവിതത്തിലുണ്ടായ ശിമോൻ പത്രോസിന്റെ മനോഭാവം, അവന്റെ ആൽക്കൽ വീണ് കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ മുഖഭാവവും അച്ഛൻ്റെ ജീവിത രീതിയും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇതുപോലെ തന്നെ എളിമയോടുകൂടി പറയുകയാണ്, കർത്താവേ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ, കർത്താവെ ഇത്ര അത്ഭുതം നടക്കുവാനായിട്ട് എന്നെ ഉപകരണമാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന്. ധീരനായ ശിഷ്യനാണ് നമ്മുടെ പ്രിയങ്കരനായ മാത്യു നായിക്കാമ്പറമ്പിൽ അച്ഛൻ. അച്ഛനെ അഭിനന്ദിക്കുകയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ. അത് യേശു പറയുന്ന കാര്യമാണ്, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. അതാണ് നമ്മളിവിടെ ഡിവൈൻ ഈ റിട്രീറ്റ് സെന്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ജീവിതത്തിലൂടെ അച്ഛൻ എന്നും പറഞ്ഞു വെക്കുന്ന വാചകം, സങ്കീർത്തനം 119 105 വാക്യം, നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാചകമാണ്, അങ്ങയുടെ വചനങ്ങൾ എൻ്റെ പാദത്തിന് ദീപവും എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനങ്ങൾ എൻ്റെ പാദത്തിന് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. ഇങ്ങനെ വചനത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അച്ഛനെ നോക്കി നമ്മളെല്ലാവരും പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 52 അധ്യായത്തിലെ 7 വാക്യമാണ്. അതിപ്രകാരമാണ്, സദ്വാർത്ത അറിയിക്കുവാനും സമാധാനം വിളംബരം ചെയ്യുവാനും. സാധാരണഗതിയിൽ വിളംബരം ചെയ്യുന്നത് സമാധാനമല്ല, യുദ്ധമാണ്. പക്ഷെ ഇവിടെ സമാധാനം വിളംബരം ചെയ്യുവാനും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുവാനും. സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുന്നവന്റെ പാദം മലമുകളിൽ മനോഹരമാണ്. മലമുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സവിധിയിലാണ്. ദൈവത്തിന്റെ സവിധത്തിൽ മനോഹരമായ പാദങ്ങൾ. ഈ പാദങ്ങളുടെ മുൻപിലാണ് ഞങ്ങൾ എല്ലാവരും വണങ്ങുന്നത്. കാരണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 15 വാക്യം, സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദം എത്ര സുന്ദരമാണ്. വളരെ അസൂയയോടുകൂടി അച്ഛനെ നോക്കുകയാണ്. കാരണം ഇത്രയ്ക്കധികം വചനം പ്രഘോഷിക്കുവാനും ഇത്രയ്ക്കധികം വചനം കൊണ്ട് അഭിഷേകം ചെയ്യുവാനും ഇത്രയേറെ അത്ഭുതങ്ങളുടെ കൽഭരണി തുറന്നു കൊടുക്കുവാനും ഒക്കെ അച്ഛനെ ദൈവം നിയോഗിച്ചില്ലേ. ഇനി ഞങ്ങളെല്ലാവരും പറയുന്ന വാക്ക്, അത് ഡെസ്മണ്ട് ടുട്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഡിസ്റ്റർബസ് ഓ ലോർഡ്. എപ്പോഴാ? വെൻ വി ആർ ടു വെൽ പ്ലീസ്ഡ് വിത്ത് അവർ സെൽസ്, വെൻ our dreams have come true because we dreamt too little, because we sailed too close to the shore. അപ്പോഴൊക്കെ എൻ്റെ ദൈവമേ ഞങ്ങളെ ശല്യപ്പെടുത്തണമേ, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ശരിയായി നിർവഹിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിലച്ഛനെ കേരളത്തിൻ്റെ താരമായിട്ട്, ഈ ലോകത്തിലെ നക്ഷത്രമായിട്ട് നമുക്കറിയാം. ഇന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ നക്ഷത്രങ്ങളെ പിന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഈ വലിയ നക്ഷത്രം ഈശോയെ കൂടുതൽ കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള ശക്തി ഉണ്ടാകട്ടെ, കൂടുതൽ ജ്വലിക്കുവാനായിട്ട് അച്ഛന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോട്ടപ്പുറം രൂപതയുടെ പേരിലും അവിടെയുള്ള എല്ലാ മക്കളുടെയും പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.